ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله لا تبديل لكلمات الله ذلك هو الفوز العظيم. فقد قال النبي صلى الله عليه وسلم ليس لعربي فضل ولا عجمي إلا بالتقوى أو كما قال رسول الله صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മുഴുവൻ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്ത്, റഹ്മത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ദുരന്തങ്ങളിൽ അകപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ മഗ്ഫിറത്തും ഷഹീദിൻ്റെതാകുന്ന കൂലിയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ മനുഷ്യരാകുന്ന നാം ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി അധിവസിക്കാനുള്ള, താമസിക്കാനുള്ള തൗഫീഖ് നൽകി എന്നുള്ളത്. ഏതാനും ചില ദിവസങ്ങൾ കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം അതിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് അതിൻ്റെതാകുന്ന വേളകൾ സംജാതമാകുകയാണ്. അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, ത്യാഗം ഭരിച്ച മുഴുവൻ മഹാരഥന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യം അതിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോട് അടുക്കുമ്പോൾ വളരെ ദുഃഖകരമായി പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സത്യം, 78 വർഷം പൂർത്തിയാകുമ്പോൾ ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമായ ചരിത്രം 78ലേറെ തവണ മാറ്റിമറിക്കപ്പെട്ടു, കൈകടത്തലുകൾ സംഭവിപ്പിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാത്ത സത്യമാണ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഭാരതീയ പാരമ്പര്യമാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ
മുസ്ലിമീങ്ങളായിട്ടുള്ള മഹാരഥന്മാർ ഈ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച അർപ്പണങ്ങൾ, അവരുടെ ത്യാഗങ്ങൾ, അവരുടെ പരിശ്രമങ്ങളെല്ലാം ചരിത്രത്തിൽ നിന്നും അടർത്തി മാറ്റി അവരുടേതാകുന്ന പേരോ വിലാസമോ ഒന്നും ഇന്ത്യ ചരിത്രത്തിൽ ഉൾപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റിമറിക്കുകയുണ്ടായി, തിരുത്തലുകൾ സംഭവിപ്പിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മഹാന്മാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മുസ്ലിം പേരുള്ള അതല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള യാതൊരു മഹാരഥന്മാരെയും ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. ആ രീതിയിൽ കൈകടത്തലുകൾ സംഭവിച്ചു യാഥാർത്ഥ്യമായ ഇന്ത്യയുടെ ചരിത്രത്തിന്. സ്കൂളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ ചെറിയ കുട്ടികളോട് അവരെ വിളിച്ചിട്ട് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച മഹാരഥന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് മഹാത്മാഗാന്ധിയും അതുപോലെ വല്ലഭായി പട്ടേലും ബാലഗംഗാധര തിലകനുമൊക്കെയാണ്. കുറച്ചും കൂടി കേരളത്തിന്റെ പരിശ്രമ അവസ്ഥ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് പഴശ്ശിരാജയും വേലത്തമ്പി ദളവയുമൊക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് അവർ എണ്ണാറുള്ളത്. ശരി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ, അഹോരാത്രം കഷ്ടപ്പെട്ടവരാണ്, ത്യാഗം ഭരിച്ചവരാണ്, സംശയമില്ല. പക്ഷേ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് വേണ്ടി 90% പരിശ്രമം കാഴ്ചവെച്ചത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിം പണ്ഡിതരാണ്. ഹദീസും ഖുർആനും ഒക്കെ ഓതി പഠിച്ച മുസ്ലിം പണ്ഡിതരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടത്. പക്ഷേ ചരിത്രം എവിടെ പരതിയാലും അവരുടെയൊന്നും പേരുകൾ ഇന്നില്ല. എല്ലാം തിരുത്തലുകൾ സംഭവിപ്പിച്ചു, കൈകടത്തലുകൾ. ചരിത്രത്തെ 78ാം സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഇന്ത്യ തയ്യാറാകുമ്പോൾ 78ലേറെ തവണ ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യമായ ചരിത്രത്തിന് തിരുത്തലുകൾ സംഭവിപ്പിച്ചു എന്നുള്ളതാണ് പറയാൻ കഴിയാതിരിക്കാൻ സത്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് 90% മുസ്ലിമീങ്ങൾ തന്നെയാണ്. വ്യക്തമായി ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി, പരിശുദ്ധമായ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുമായിരുന്നില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കരഗതമാകുമായിരുന്നില്ല. എന്തിനാ ഇങ്ങനെ അദ്ദേഹം പറയുന്നത്? ചരിത്രം അറിയാവുന്നതിന്റെ പേരിലാണ്, അതിനൊക്കെ സാക്ഷിയായതിന്റെ പേരിലാണ്. നമുക്കറിയാം, ഈ ഇന്ത്യയിൽ അധിവസിച്ചിരുന്നത് ദ്രാവിഡന്മാരാണ്. എന്നാൽ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ ഈ ദ്രാവിഡന്മാരെ അടിച്ചമർത്തുകയും പൂർണ്ണമായി ഭൗതിക പ്രക്ഷാളനത്തിന് അവരെ വിധേയരാക്കുകയും അവരുടെ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന വരേണ്യവർഗത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്തു. വല്ലാത്ത ആക്ഷേപങ്ങൾ, അടിച്ചമർത്തലുകൾ, പീഡനങ്ങൾ ഈ ആര്യന്മാർ ദ്രാവിഡന്മാരെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം, ഇസ്ലാമിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന് സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം പകർന്നത്. ലൈസ ലിഅറബിയ്യിൻ ഫദ്ലുൻ വലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വാ. സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം നുകർന്നു തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാ ഇപ്പൊ നമ്മളോടൊക്കെ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ദുനിയാവിൻ്റെതാകുന്ന കാര്യങ്ങൾ ദിനേന രാവിലെ എഴുന്നേൽക്കുന്നു, കച്ചവടത്തിന് ഏർപ്പെടുന്നു, നമ്മുടേതാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു. ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സംഭവങ്ങൾ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ നമ്മൾ അറിയുന്നത്? നിർബന്ധമായും നമ്മൾ അറിയാം. പ്രത്യേകിച്ച് വിശ്വാസികളായിരിക്കെ ഒരു കൂട്ടം ആളുകൾ, തൽപര കക്ഷികൾ രാജ്യത്തെ തുറന്നു പറഞ്ഞാൽ ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനും അതിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ ചരിത്രത്തെ കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം, അതിനടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണം, അവരിലേക്ക് ഈ മെസ്സേജുകൾ പകർന്നു നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം നൽകുകയാണ്. ലൈസ ലിഅറബിയ്യിൻ ഫദ്ലുൻ വലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വാ. ഒരു മനുഷ്യനും ജന്മം കൊണ്ട് ശ്രേഷ്ഠനാകുന്നില്ല,
അറബിക്ക് അറബിയേക്കാളോ യാതൊരു പദവിയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, ജീവിതത്തിൽ പാലിക്കുന്ന സൂക്ഷ്മത കൊണ്ടല്ലാതെ യാതൊരു പരിഗണനയും റബ്ബിന്റെ അടുക്കൽ ഇല്ല എന്ന സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം നുകർന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിലൊന്നും ശ്രദ്ധ ചെലുത്തുന്നില്ല. നമ്മൾ വിസ്മൃതരായി കഴിയുകയാണ്. സ്കൂളുകളിലും മറ്റു കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് ആക്രമണത്തിലൂടെയാണെന്നാണ്. അക്രമം കാട്ടിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് ബിൻ ഖാസിം സഖഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അതല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ ആക്രമണത്തിലൂടെയാണ് ഈ ഇസ്ലാം വിശുദ്ധമായ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം തന്നെ. അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഈ മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയും സംഘവും ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെ അധിവസിച്ചിരുന്ന ആളുകൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചത് എന്തിന്റെ പേരിലാണ് എന്ന് മാത്രമല്ല, ഇവരെ നേതാക്കളാക്കി നാട് ഭരിക്കുന്ന രാജാക്കന്മാരാക്കി മാറ്റിയത് എന്തിന്റെ പേരിലാണ്? വിശുദ്ധ ഇസ്ലാം നൽകുന്ന അധ്യാപനം, ലൈസ ലിഅറബിയ്യിൻ ഫളലുൻ വലാ അജമിയ്യിൻ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ സമ്പന്നത ഇല്ലാത്തവനെന്നോ കുടുംബമഹിമയും കുലമഹിമയും ഉള്ളവനെന്നോ ഒന്നും വിശുദ്ധ ഇസ്ലാമിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ, സമത്വത്തിന്റെ പാഠമാണ്. ഒരേ വസ്ത്രം, പണക്കാരനായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും ഒരു ഉടുമുണ്ടും മേളിലിടുന്നൊരു തട്ടവും ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ സമത്വത്തിന്റെ പാഠമാണ്. ഒരേ ചിന്തയോടെ, ഒരേ വേഷത്തോടെ, ഒരേ പ്രവർത്തനത്തോടെ സംഗമിക്കുന്ന ഹജ്ജിന്റെ വേള. അത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആക്രമണത്തിലൂടെയൊന്നുമല്ല ഇവിടെ ആരും കടന്നു വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മഹാരഥന്മാർ ഓരോ സ്വാതന്ത്ര്യ ദിനം കഴിയുമ്പോഴും ചരിത്രത്തെ ആവർത്തിക്കപ്പെടണം, അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അതിന്റെ കൃത്യമായ മെസ്സേജ് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന പ്രത്യേകിച്ച് മഹാന്മാർ സ്വർഗം പോലും വാഗ്ദാനം ചെയ്തിട്ടുള്ള സംഗതിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് പഠിക്കലും അതിൻ്റെതാകുന്ന ചരിത്ര വസ്തുത പകർത്തി കൊടുക്കലും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബാബർ ചക്രവർത്തി, ഈ ബാബർ ചക്രവർത്തി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ എന്നതുപോലെ വേഷപ്രച്ഛന്നനായിക്കൊണ്ട് അദ്ദേഹം സമൂഹത്തിനിടയിൽ, ആളുകൾക്കിടയിൽ നടക്കുമായിരുന്നു, സഞ്ചരിക്കുമായിരുന്നു. ബാബർ ചക്രവർത്തി ഒരു ദിവസം അദ്ദേഹം വേഷപ്രച്ഛന്നനായി നടന്നപ്പോ ഒരു മതമിളകിയ ആന ചീറിപ്പാഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു മതമിളകിയ ആന ചീറിപ്പാഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാൻ ആക്രമണ സ്വഭാവത്തോടുകൂടി കടന്നു വരികയാണ്. ഈ സമയത്ത് ഒരു ദളിത് പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഈ സമയത്ത് കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു, ദളിത് പെൺകുട്ടിയുടെ കയ്യിലൊരു കുഞ്ഞിരിക്കുന്നു. ഈ ഓടുന്ന ഈ തിടുക്കത്തിൽ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴേക്ക് വീണു. എന്നാൽ ഈ കുഞ്ഞിനെ ഒന്ന് മതമിളകിയ ആനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാ നേതാക്കന്മാരും നോക്കി നിൽപ്പുണ്ട്, ആരും തയ്യാറായില്ല. കാരണം എന്താ? അവരുടെ കറപിടിച്ച വിശ്വാസം. ഒരു തോട്ടി പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ, അതിന്റെ കുട്ടിയെ തൊട്ടാൽ സ്വന്തം ശരീരം നിഷിദ്ധമായി പോകും, അതല്ലെങ്കിൽ അത് അശുദ്ധമായി പോകും എന്നുള്ള അവരുടെ തെറ്റായ വിശ്വാസമുള്ളത് കൊണ്ട് അവരാരും തയ്യാറായില്ല. പെട്ടെന്ന് ഒരു തലപ്പാവ് ധരിച്ച ഒരു വ്യക്തി അവിടേക്ക് ചാടി വീണുകൊണ്ട് ആനയുടെ മുന്നിൽപ്പെട്ട ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി പോയി. ആരാണ് കുട്ടിയെ രക്ഷിച്ചത് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തലപ്പാവിൽ നിന്നും താഴേക്ക് വീണ ഒരു തൂവൽ എടുത്തുകൊണ്ട് അദ്ദേഹം പരിശോധിച്ചപ്പോ ഇത് ബാബർ ചക്രവർത്തിയുടേതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബാബർ ചക്രവർത്തിയെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി കയ്യിൽ കടാരയുമായി നടന്നിരുന്ന ഒരു രജപുത്രൻ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അദ്ദേഹം തീരുമാനമെടുത്തു, ഞാൻ ബാബർ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് ചേരുകയാണ്. ബാബർ ചക്രവർത്തിയെ കണ്ടുകൊണ്ട് അദ്ദേഹം ക്ഷമ ചോദിച്ച് കാൽക്കൽ വീഴുകയാണ്. അപ്പൊ വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് വാളും വെടിക്കോപ്പുമൊന്നും കാണിച്ചുകൊണ്ടായിരുന്നില്ല, പടക്കോപ്പൊന്നും നിർമ്മിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെ പാഠങ്ങൾ,
അല്ലേ? ഇസ്ലാമിന്റെ പാഠങ്ങൾ ഒരു അറബിക്കും അനറബിയേക്കാളും മഹത്വമില്ല. ജന്മം കൊണ്ട് ആരും ഇവിടെ ശ്രേഷ്ഠരാകുന്നില്ല. ഇത് സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം പകർന്നു നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ ദളിത് പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴെ വീണപ്പോ പല നേതാക്കന്മാരും രാജാക്കന്മാരും ഉണ്ട്, ആരും രക്ഷപ്പെടുത്തിയില്ല. ഇസ്ലാം നൽകുന്ന പാഠം മുസ്ലിം ആയിരുന്നാലും അമുസ്ലിം ആയിരുന്നാലും അവരന്റെ ദുഃഖത്തിൽ നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക, ഇത് സ്വാതന്ത്ര്യത്തിന്റെ വലിയ പാഠമാണ്. അവിടെയാണ് ബാബർ ചക്രവർത്തി ഉദാത്ത മാതൃകയായി തീർന്നത്. ഈ ഗൂഗിളിൽ വിക്കിപീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്ന് പരിശോധിക്കുമ്പോ കുഞ്ഞാലി മരക്കാരുടെ സംഭവം വരും. കുഞ്ഞാലി മരക്കാരുടെ സംഭവം ഇതെന്തിനാ ഇപ്പൊ ഇതൊക്കെ നമ്മൾ അറിയുന്നത്? നമ്മൾ കൃത്യമായി പഠിക്കണം. കാരണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 1948 ഇസ്രായേലിന്റേതാകുന്ന ഇസ്രായേലിലേക്ക് കുറച്ച് ആളുകൾ അധിനിവേശം നടത്തിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ഭടന്മാരെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയുമോ? ഈ രാജ്യത്ത് ഒരു കെട്ടുകഥ നിർമ്മിക്കണം. എന്താണ് കെട്ടുകഥ? ഈ രാജ്യത്ത് നമ്മൾ വന്നതിന് ശേഷമാണ് ഇത് ഭൂപ്രദേശമായി മാറിയത്, ഇത് കൂടുതൽ ഫലപുഷ്ടിയുള്ളതായി മാറിയത്, സമ്പന്നതയുടെ മൂർധന്യതയിലേക്ക് എത്തിയത് നമ്മൾ വന്നതിന് ശേഷമാണെന്നൊരു കെട്ടുകഥ നിർമ്മിക്കണമെന്ന് 1948 ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഭടന്മാരെ വിളിച്ച് അറിയിച്ചു. അപ്പൊ ഈ ഭടന്മാര് ചോദിച്ചു, എന്തിനാ രാജാവേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ആളുകൾ നോക്കി നിൽക്കുകയല്ലേ, നമ്മൾ ഇന്നലെ കയറി വന്നവരല്ലേ, അധിനിവേശം നടത്തിയവരല്ലേ, ഇങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കിയ ആളുകൾ വിശ്വസിക്കുമോ? പ്രധാനമന്ത്രി പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല കെട്ടുകഥ നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞത്, മറിച്ച് 50 വർഷത്തിന് ശേഷം, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്, 50 വർഷത്തിന് ശേഷം ഈ രാജ്യത്ത് ഈ നാട്ടിൽ കുറച്ച് ആളുകൾ ജീവിക്കാൻ വേണ്ടി വരും, അവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കെട്ടുകഥ നിർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ചരിത്രത്തെ വളച്ചൊടിക്കപ്പെട്ട, അതല്ലെങ്കിൽ പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു മഹാരഥന്മാരുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ പേര് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലിസ്റ്റിലില്ല. നിങ്ങൾ ഡൽഹിയിലുള്ള ചരിത്ര സ്മാരകങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ അടുത്ത സമയത്ത് ഞാനൊന്ന് പോയപ്പോൾ പൂർണ്ണമായി വീക്ഷിച്ചു, ഒരു മുസ്ലിം പണ്ഡിതന്റെ പേരുമില്ല. ഒരു മുസ്ലിം പണ്ഡിതന്റെ പേര്. എല്ലാം ചരിത്രങ്ങൾ സ്കൂളിൽ അധ്യാപകരെ പഠിപ്പിക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്. അല്ലെ? നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ പറയുന്നത് അവരങ്ങ് മഹാത്മാഗാന്ധി, ശ്രീ വല്ലഭായി പട്ടേൽ എന്നും ബാലഗംഗാധര തിലകനെന്നും ഒക്കെയാണ്. കേരളത്തിലേക്ക് വരുമ്പോ പഴശ്ശിരാജയെ ദളിതമ്പി ദളവ ഇതേ കുട്ടികൾക്ക് അറിയുകയുള്ളൂ. ഇതേ കുട്ടികൾക്കറിയും. സയ്യിദ് മുഹമ്മദ് ബിൻ ഖാസിം സഖഫി ആർക്കും അറിയില്ല. ഷെയ്ഖ് അബ്ദുൽ അസീസ് ദഹ്ലവി ആർക്കും അറിയില്ല. ഖാസിം നാനുത്തവി ആർക്കും അറിയില്ല. കുഞ്ഞാലി മരക്കാരുടെ ചരിത്രത്തെ വികൃതമാക്കപ്പെട്ടു. എല്ലാ ചരിത്രങ്ങളും വളച്ചൊടിച്ചിരിക്കുകയാണ്. ബാബർ ചക്രവർത്തി, ഔറംഗസീബ്, മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതെന്താ? മുഹയ്യിദ്ദീൻ എന്ന പേര് 2 പേർക്കാണ് ഞാൻ നൽകുന്നത്. ഈ ദീനിനെ ജീവിപ്പിച്ച ആളുകൾ, ലോകത്തിന് ഉപകാരപ്പെട്ടവർ 2 പേരാണെന്ന മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞത്. ഒന്ന് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയും രണ്ടാമത് ഔറംഗസീബ് ആലംഗീർ റഹ്മത്തുള്ളാഹി അലൈഹിം. എവിടെ ചരിത്രം? ചരിത്രത്തിൽ നിന്ന് ഈ മഹാന്മാരുടെ പേരുകളെല്ലാം അടർത്തി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന എന്നല്ല, തുറന്നു പറഞ്ഞാൽ മഹാന്മാര് സ്വർഗം കൊണ്ടുപോലും വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ഇബാദത്താണ് ഇന്ത്യ ചരിത്രം പഠിക്കുക എന്നുള്ളത്, അത് പകർത്തുക എന്നുള്ളത്. നമ്മളിന്ന് വിസ്മൃതരാണ്. ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയില്ല, നമ്മളൊന്നും അറിയാത്തവരായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ ചില തൽപര കക്ഷികൾ ഇതിനെ ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നിഗൂഢ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്താൽ, ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ രാജാവായിരുന്ന സാമൂതിരിക്കെതിരെ തിരിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ സൈന്യം പറഞ്ഞ് ആക്രമിച്ചെന്ന ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. പക്ഷെ ചരിത്രം അങ്ങനെയല്ല. 4ാമത്തെ ആലിമരക്കാർ, കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആദ്യമായി പോർച്ചുഗീസുകാരെ തടുത്തു നിർത്തിയത് കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പടയായിരുന്നു. എന്ന് മാത്രമല്ല, വിവിധ ടെക്നോളജികൾ, വിവിധ വിദ്യാഭ്യാസങ്ങൾ, ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് പകർന്നു നൽകിയത്, അതുപോലെ ശത്രുക്കൾക്കെതിരെയുള്ള വെടിക്കോപ്പുകളും പടക്കോപ്പുകളും എങ്ങനെ നിർമ്മിക്കണമെന്ന് പഠിപ്പിച്ചത് പോലും കുഞ്ഞാലി മരക്കാരായിരുന്നു. ചരിത്രത്തിൽ ഇതൊന്നും കാണില്ല, എല്ലാം അടർത്തി മാറ്റിയിരിക്കുകയാണ്. ഡൽഹി ജുമാ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്നും, ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് കത്തെഴുതുകയാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ കത്തെഴുതുന്നത്? ജുമാക്ക് കയറി നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ വിശ്വാസികളും കാതോർത്ത് കേൾക്കുക.
ഇവിടെ ഇന്ന് മഹത്തായ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ പോർച്ചുഗീസുകാരുടെ കൈയിലകപ്പെട്ടിരിക്കുകയാണ്. അഥവാ ദാറുൽ ഹർബായിരിക്കുകയാണ്, യുദ്ധഭൂമിയായിരിക്കുകയാണ്. അവർക്കെതിരെ പോരാടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മനുഷ്യൻ എന്ന നിലയ്ക്കെന്നല്ല, പ്രത്യേകിച്ച് വിശ്വാസി എന്ന നിലയ്ക്ക് ചരിത്രങ്ങൾ പഠിച്ചതിനെ പോരാടുക എന്നുള്ളത് ജിഹാദിന്റെ കൂലിയാണെന്ന് ഡൽഹി ജുമാ മസ്ജിദിൽ നിന്നുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് ദഹ്ലവി ഫത്വ പുറപ്പെടുവിക്കുകയാണ്. കേരളത്തിലേക്ക് വന്നാലോ എത്രത്തോളം കഷ്ടപ്പാടുകൾ, എത്രത്തോളം അർപ്പണങ്ങൾ. ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. പൊന്നാനി പള്ളിയുടെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ വിശ്വാസികൾക്കും നിർദ്ദേശം നൽകി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടണം, അഹോരാത്രം പണിയെടുക്കണം. അത് ഇബാദത്താണ്. ഒരുപക്ഷെ നമസ്കരിക്കുന്നതിനേക്കാളും ഇബാദത്തായിരിക്കാം, ഒരുപക്ഷെ ദിക്ർ ചൊല്ലുന്നതിനേക്കാളും ഇബാദത്തായിരിക്കാം. കാരണം ഇന്ത്യ മഹാരാജ്യം ആരുടെയും കുത്തകയൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജന്മം കൊണ്ട് ആരും ഇവിടെ ശ്രേഷ്ഠരാകുന്നില്ല, സമ്പത്ത് കൊണ്ടോ കുലമഹിമ കൊണ്ടോ ആരും ഇവിടെ ആരെക്കാളും മികച്ചതല്ല എന്ന സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം പകർന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചരിത്രം നാം പഠിക്കണം. സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് അറിയുമല്ലോ. പൊന്നാനി പള്ളിയിൽ സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീൻ അത് ചരിത്രം പഠിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയതല്ല. മറിച്ച് എന്താ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് തുഹ്ഫത്തുൽ മുജാഹിദീൻ, അത് വളരെ പ്രസിദ്ധമായ പ്രബലമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അദ്ദേഹം ചരിത്രം പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പണം നടത്തുന്ന ആളുകൾക്ക് റബ്ബ് നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. നമ്മള് ദാറിലും ദൈവത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എല്ലാ റമദാനിലും, അല്ലേ? അവിടെ നിന്നും മഹാന്മാര് ഉസ്താദുമാര് വരാറുണ്ട് പിരിവിനായി കുട്ടികളുടേതാകുന്ന ആവശ്യങ്ങൾക്കും ഹദീസും അതുപോലെ ഖുർആനും ഒക്കെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ ആവശ്യ നിർവഹണത്തിനായി നമ്മളെ സമീപിക്കാറുണ്ട്. ദാറിലും ദൈവന്ത് എന്തിനു വേണ്ടി സ്ഥാപിച്ചതാ? ദാറുലും ദൈവന്ത് എന്തിനു വേണ്ടി സ്ഥാപിച്ചതാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ഥാപിച്ചതാണ് ദാറുലും ദൈവന്ത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ? ഉറപ്പായും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം പോർച്ചുഗീസുകാർ രണ്ട് രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ നോക്കിയത്. പോർച്ചുഗീസുകാർ ആക്രമിക്കാൻ നോക്കിയത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വിശ്വാസങ്ങളിൽ വൈകല്യം ഏൽപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വാളുകൊണ്ട്. രണ്ടാമതാണ് വാളുകൊണ്ട് എല്ലാവരെയും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത്. ആദ്യം വിശ്വാസത്തിൽ വൈകല്യം സംഭവിപ്പിക്കുക എന്നുള്ളതാകുന്നു. അവരൊരാളെ കൂട്ടുപിടിച്ചൊരു കള്ളപ്രവാചകനെ നിയമിച്ചു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകനെ നിയോഗിച്ചിട്ട് വിശ്വാസികളുടെ അടുക്കലേക്ക് ഇറക്കി വിട്ടു. നിങ്ങൾ ആരും പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല, അത് അപരാധമാണ്. കാരണം നിങ്ങളുടെ നേതാക്കന്മാരാണ്, അമീറിനെ ധിക്കരിക്കരുത്, ഇത് റബ്ബിന്റെ പാഠമാണ് എന്നൊരു കള്ളപ്രവാചകനെ ഇറക്കി വിട്ട് പോർച്ചുഗീസുകാർ വിശ്വാസികളുടെ വിശ്വാസങ്ങളിൽ വൈകൃതം സൃഷ്ടിക്കുന്നതിന് വേണ്ടി. പക്ഷേ ദാറുലും ദൈവന്ത് സ്ഥാപിച്ചുകൊണ്ട് അന്നത്തെ മഹാരഥന്മാർ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദഹ്ലവിയെ പോലെയുള്ള, ഇസ്മായിൽ ദഹ്ലവിയെ പോലെയുള്ള, അതിന്റെ സ്ഥാപകനാകുന്ന കാസിം നാനുത്തബിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ എന്നുള്ളത് കള്ളപ്രവാചകന, ഇവനെ ആരെയും അനുസരിക്കാൻ പാടില്ല. ഈ രാജ്യത്തിനു വേണ്ടി എന്നെന്നും മരണം വരേക്കും കഷ്ടപ്പെടുന്നത് റബ്ബിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കാസിം നാനുത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ത്യ ചരിത്രം നാം പഠിക്കണം. ഇന്ന് ഒരു പേരുകളുമില്ല, എല്ലാം അടർത്തി മാറ്റിയിരിക്കുക. നിങ്ങൾ വടക്കേ ഇന്ത്യയിലോട്ടൊന്ന് പോയി ഒരു യാത്ര ചെയ്യണം, അവിടെയുള്ള സ്മാരകങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം, ലാൽക്കിലയൊന്ന് പരിശോധിക്കണം, അതുപോലെ തന്നെ മൈസൂർ കൊട്ടാരം ഒന്ന് പരിശോധിക്കണം, ടിപ്പു സുൽത്താന്റേതാകുന്ന ആ ശ്രീരംഗപട്ടണം ഒന്ന് പരിശോധിക്കണം. ഇവിടെയൊന്നും മഹാരഥന്മാരുടെ പേരുകളില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറുടെ വലിയ താമസം ഇല്ലാതെ ഇമാര് ശ്രീലങ്കയിലെ ടിപ്പു സുൽത്താനെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പോർച്ചുഗീസുകാരുണ്ടല്ലോ, ഈ പോർച്ചുഗീസുകാർ ഒരു സാഹചര്യത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്ത്യ മൊത്തത്തിൽ അടക്കി ഭരിക്കുന്നു, ഞങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യ പൂർണ്ണമായി വന്നിരിക്കുന്നു. ഇത് ആരെ വകവരുത്തിയപ്പോ പറഞ്ഞതാ? ഏതെങ്കിലും നാട്ടുരാജാക്കന്മാരെ വകവരുത്തിയപ്പോ പറഞ്ഞതല്ല, അതല്ലെങ്കിൽ കോട്ടയം രാജാവിനെ കൊന്നതിന്റെ പേരിൽ പറഞ്ഞതല്ല, അതല്ലെങ്കിൽ പഴശ്ശിരാജയെ വേലുത്തമ്പി ദളവയെ വകവരുത്തിയതിന്റെ പേരിൽ പറഞ്ഞതല്ല. മറിച്ച് ദ ലയൺ ഓഫ് മൈസൂർ എന്ന് പറഞ്ഞ ധീരനായിട്ടുള്ള ഒരു പോരാളിയുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ. ആരെന്നറിയുമോ? ടിപ്പു സുൽത്താൻ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി. ടിപ്പു സുൽത്താൻ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വഞ്ചനയിലൂടെ വകവരുത്തിയതിനു ശേഷം പോർച്ചുഗീസുകാർ പറഞ്ഞതാ, നമ്മൾ രക്ഷപ്പെട്ടു, നമുക്കിനി ആരെയും പേടിക്കണ്ട എന്ന്.
അപ്പൊ ഈ മഹാരഥന്മാർ ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? അവരുടെ പേരുകൾ, അവരുടെ ചരിത്രങ്ങളെല്ലാം ചരിത്രത്തിൽ നിന്ന്, യാഥാർത്ഥ്യമായ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുകയാണ്. ഈ ഇന്ത്യ പാക് വിഭജനം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാകും അതിന്റെ വസ്തുത. ഷാംലിയുടെ തീരത്ത് ആയിരക്കണക്കിന് മഹാന്മാരാണ് ജീവൻ പൊലിയേണ്ടി വന്നത്. ആയിരക്കണക്കിന് ഷാംലിയുടെ തീരത്ത് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്, അതിനുവേണ്ടി ത്യാഗം ഭരിച്ചത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ സമയത്ത് നമ്മുടെ മഹാരഥന്മാരെല്ലാം ഗാന്ധിജിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ല, ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കാൻ. പലരും പറയുന്നത് മുസ്ലിം മഹാന്മാരാണ് ഈ ഇന്ത്യ പാക് ബംഗ്ലാദേശ് വിഭജനത്തിന് വേണ്ടി കൂട്ടുനിന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതിന് മുഹമ്മദ് അലി ജിന്നയുടെ പേരാണ് അവർ പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള അധികാരമോഹികൾ ഈ രാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത്, ഒന്നെങ്കിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരം തിരിച്ചു തരിക എന്ന അധികാരമോഹികളായിരുന്ന ചില ആളുകൾ പറഞ്ഞപ്പോ തീർത്തും അതിലേക്ക് വീണു പോകുകയായിരുന്നു മഹാരഥന്മാരായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാർ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ എല്ലാ പേരുകളും ഇന്ന് തിരുത്തപ്പെട്ടിരിക്കുകയാണ്, മാറ്റപ്പെട്ടിരിക്കുകയാണ്. റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റോമൻ സാമ്രാജ്യത്തിന്റെ കോട്ടക കുത്തലങ്ങളിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, എന്താ റിബിയ നീ കടന്നു വന്നത്? റിബീഉ ഇബ്നു ആമിർ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു ഇബ്തഅസ്നാ ലിഅൻ നുഖ്രിജ الناس من عبادة العباد إلى عبادة الله وحده. ജനങ്ങളെ നല്ല രീതിയിലേക്ക് സമീപിച്ച് അവരെ കൂടുതൽ അടുപ്പിച്ച് വിശുദ്ധ ഇസ്ലാമുമായി ബന്ധിപ്പിച്ച് അവരെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത് എന്ന് റിബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ചരിത്രങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാല് കുത്തിയത് മുതൽ വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ചരിത്രപരമായ പാരമ്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവിടെ കാലുകുത്തിയോ അന്ന് മുതൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണ്. ആർക്കും ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിക്കാൻ, അതിനുള്ള പരിശ്രമങ്ങൾ നടത്താനോ ഒന്നും അർഹതയില്ല. കാരണം 90% ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതും അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിൽ പോരാടിയതും മുസ്ലിമുകളായിട്ടുള്ള മഹാരഥന്മാർ. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ഇസ്ലാം വിശുദ്ധ ഇന്ത്യയിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുമായിരുന്നില്ല. ഇത് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വെറുതെ കേട്ടിരിക്കുകയല്ല. ഈ പറയപ്പെടുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ വെറുതെ കേട്ടിരിക്കുക, എഴുന്നേറ്റ് അങ്ങ് പോവുക, ഒരിക്കലുമല്ല. 2 തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം ഇൻഷാ അല്ലാഹ്. ഓരോ സ്വാതന്ത്ര്യത്തിനും 78ാം സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ അടുക്കുമ്പോൾ 2 തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. വെറുതെ ചരിത്രം പറഞ്ഞിട്ട് ഞാനങ്ങ് പിരിഞ്ഞ് നിങ്ങളങ്ങ് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഭാവമല്ല, മറിച്ച് 2 തീരുമാനങ്ങൾ എടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ തീരുമാനം എന്നുള്ളത് ഈ ചരിത്രത്തെ അടുത്ത ആളുകളിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല വായന ഉണ്ടാക്കിയെടുക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് വിലയില്ല, ആരോ കഷ്ടപ്പെട്ടു. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ശുദ്ധവായു ഉണ്ടല്ലോ, ഇതൊരിക്കലും നമുക്ക് ശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല നമ്മുടെ മഹാന്മാര് കഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഉണ്ടല്ലോ, ഇതൊരിക്കലും കിട്ടുമായിരുന്നില്ല നമ്മുടെ മഹാന്മാർ അഹോരാത്രം കഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ. ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാ ഞാൻ ആദ്യം ഓതിയ ആയത്ത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ വലിയകളാണ്. ഒരു ഭാഗത്ത് ഖുർആൻ പഠിക്കുന്നു, ഒരു ഭാഗത്ത് ഹദീസിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇറങ്ങിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി മുസ്ലിം എന്നല്ല അമുസ്ലിം എന്നല്ല, ദളിത് സ്ത്രീകൾക്ക് വേണ്ടിയും താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നു. ബാബർ ചക്രവർത്തിയെ പോലെ വേഷപ്രച്ഛന്നനായി നടക്കുന്ന സാഹചര്യം, ആളുകളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുക. ഒന്നാമത്തെ തീരുമാനം, ഈ യാഥാർത്ഥ്യപരമായ ചരിത്രം നാം പകർന്നു കൊടുക്കണം. അതിനുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൂല. കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചുമ്പോ നമ്മൾ അറിയൂലല്ലോ അതിന്റെ ഗൗരവം. ഇപ്പോൾ ഈ NRCയും CAA ഒക്കെ വന്നപ്പോ എത്ര പേടിയായിരുന്നു നമുക്ക്, നമ്മൾ എല്ലാവരും ഭയപ്പെട്ടു. കൂടുതൽ നാം പഠിക്കണം ചരിത്രത്തെ സംബന്ധിച്ച്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുതുക്കണം.
ഇന്ത്യയുടെ ചരിത്രത്തെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി. നേരത്തെ 1948 ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കെട്ടുകഥ നിർമ്മിക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് 50 വർഷത്തിന് ശേഷം ഒരു സമൂഹം ഉടലെടുക്കും, അവരത് അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളും, ഈ ചരിത്രത്തെ അവരതങ്ങനെ കാണാതെ പഠിച്ചോളും. അതുകൊണ്ട് ഇന്നത്തെ സമുദായത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ കെട്ടുകഥയല്ല എന്ന് ആ പ്രധാനമന്ത്രി പറയുകയാ. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ചെറുമക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, ഈ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം, മഹാന്മാരുടെ പേരുകൾ പഠിപ്പിക്കണം. ശരിയാണ്, മഹാത്മാഗാന്ധി കഷ്ടപ്പെട്ടിരുന്നു, ശരിയാണ്, ശ്രീ വല്ലഭായ് പട്ടേലും കഷ്ടപ്പെട്ടിരുന്നു, ശരിയാണ്, ശ്രീ പഴശ്ശിരാജയും കഷ്ടപ്പെട്ടിരുന്നു, വേലുത്തമ്പി ദളവയും കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനേക്കാൾ കഷ്ടപ്പെട്ട ആളുകളുണ്ട്. ശ്രീ ഔറംഗസീബ് ആലംഗീർ റഹ്മത്തുള്ളാഹി അലൈഹി, പറയും റഹ്മത്തുള്ളാഹി അലൈഹി, ഔറംഗസീബ് ആലംഗീർ റഹ്മത്തുള്ളാഹി അലൈഹി, ടിപ്പു സുൽത്താൻ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഷാ അബ്ദുൽ അസീസ് അദ്ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഖാസിം നാനുതവി റഹ്മത്തുള്ളാഹി അലൈഹി, ബാബർ ചക്രവർത്തി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടതിന്റെ പേരില നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ശുദ്ധമായി ശ്വസിക്കുന്നതും. അള്ളാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? സിബിഇ ഇബ്നു ആമിർ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു 3 നിബന്ധനകൾ നമ്മൾ പാലിക്കും. ഓരോ സ്വാതന്ത്ര്യ ദിനവും കഴിഞ്ഞു കിടക്കുമ്പോൾ 3 നിബന്ധനകൾ നമ്മൾ പാലിക്കും. ഒന്ന്, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തവക്കുൽ ഏൽപ്പിക്കും. ഏത് പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിലും റബ്ബുമായിട്ടുള്ള ബന്ധം വിടില്ല. അതോടൊപ്പം തന്നെ ആളുകളെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എല്ലാവിധ സഹായം കിട്ടുന്ന റബ്ബിന്റെ ഭാഗത്ത് നിന്നാ. അതിന് എത്ര യുദ്ധങ്ങൾ നടന്നാലും എത്ര പോരാട്ടങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ സത്ത്, നമ്മുടെ അസാസ് അടിസ്ഥാന റബ്ബ് തന്നെയാ. ഇനി എത്ര വലിയ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ മഹാരഥന്മാർക്ക് ആഗ്രഹം കൊടുത്തത് റബ്ബാണ്, അവരെ ഷഹീദാക്കിയതും റബ്ബാണ്, വെലുത്തമ്പി ദളവയെ സൃഷ്ടിച്ചതും റബ്ബാണ്, പഴശ്ശിരാജയെ സൃഷ്ടിച്ചതും റബ്ബാണ്. നമ്മുടെ അടിസ്ഥാനം റബ്ബ് മാത്രമാണ്. ഈ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി മറ്റുള്ളവരെ അതിലേക്ക് പ്രേരിപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അള്ളാഹു ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ ചെറുതും വലുതുമാകുന്ന കാര്യങ്ങൾ, രാജ്യത്തിന്റെ കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ എല്ലാം റബ്ബിനോടാ ചോദിക്കേണ്ടത്. എന്ത് വിഷമമുണ്ടെങ്കിലും റബ്ബിനോടാ പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വമിൻ ലീഖിൽ വഖ്തി ലീഖി ദുനിയ ഇലാ സാഅതിഹാ, ലീഖി ദുനിയ ഇലാ സാഅതിഹാ. ഈ പറയപ്പെട്ട മഹാരഥന്മാരെല്ലാം ചെയ്ത വലിയൊരു സേവനം എന്തെന്നറിയുമോ? സൃഷ്ടി സേവനമായിരുന്നു. സൃഷ്ടി സേവനം. 4 ബന്ധങ്ങൾ നന്നാക്കണം. വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം, കുടുംബ ബന്ധം നന്നാക്കണം, വൈവാഹിക ബന്ധം നന്നാക്കണം, സാമുദായിക ബന്ധം നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം കേട്ട് ആരും വലുതായിട്ട് മുസ്ലിം ആയിട്ടില്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, മറിച്ച് നബി തങ്ങളുടെ സ്വഭാവം കണ്ടിട്ടായിരുന്നു. നമ്മളൊക്കെ കച്ചവടക്കാരാണല്ലോ, ഒരുപാട് കസ്റ്റമർ നമ്മുടെ കടയിൽ വരാറുണ്ട്. അവരോട് നല്ല നിലയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം, അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കണം. ഈ മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലുള്ള പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ? ഓരോ തവണയും പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ള ആ സ്റ്റാഫ് എന്നെ കണ്ട് പുഞ്ചിരിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാ. അബ്ദാസ് എന്ന് പറഞ്ഞൊരു ക്രിസ്തീയ പുരുഷൻ മുസ്ലിമായി. എങ്ങനെ മുസ്ലിമായെന്നറിയുമോ? നബിതങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല, നബിതങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്. തായിഫിൽ നിന്നും മടങ്ങവേ ദേഹത്ത് നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ്. അബ്ദാസ് ചോദിച്ചു, എവിടെ നിന്ന് വന്നതാ നിങ്ങൾ? ഞാൻ അന മുഹമ്മദുൻ മിൻ മക്ക, മക്കയിൽ നിന്ന് ഞാൻ വന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാനപാത്രം പിടിച്ചിങ്ങനെ വായിലേക്ക് മുട്ടിച്ചപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട് ക്രിസ്തീയ പുരുഷനായ അബ്ദാസ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം ആകുന്ന ജൂത പണ്ഡിതൻ ഇതെല്ലാം നബി തങ്ങളുടെ പ്രസംഗം കേട്ടിട്ടായിരുന്നില്ല, മറിച്ച് ഞാൻ പറയട്ടെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ മിൻബറിൽ ഇരുന്ന് പ്രസംഗം നടത്തുന്ന ഉസ്താദുമാരെക്കാൾ കൂടുതൽ അവസരമുള്ളത് സാധാരണപ്പെട്ട ആളുകൾക്ക് ദഅവത്തിനുള്ളത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഇത്രയും ആളുകളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ചെറിയ ചെറിയ നസീഹത്ത് കൊടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കച്ചവടക്കാരാ,
നിങ്ങൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ബന്ധപ്പെടുന്നവരാ. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അടുക്കൽ വരുന്ന കസ്റ്റമറിന്റെ മുഖത്ത് നോക്കുന്ന പുഞ്ചിരിക്കുക, പ്രവാചകൻ പുഞ്ചിരിച്ചതുപോലെ. സൃഷ്ടി സേവനം ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പൊ വയനാട്ടിൽ ദുരന്തം നടന്നല്ലോ, അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുക. എത്ര രാഷ്ട്രീയ പാർട്ടികൾ ആരുമായിക്കൊള്ളട്ടെ, എത്ര ആൾക്കാരെയാണ് സമൂഹത്തിൽ എടുത്തു കാണിക്കുന്ന അവരുടെ ചിത്രം, അവരുടെ ലേബൽ, അത് എടുത്തു കാണിക്കുകയാണ്. നമുക്ക് അവരോട് പ്രത്യേക ഇഷ്ടം തോന്നുക. എന്തിന്റെ പേരിൽ? സൃഷ്ടി സേവനത്തിന്റെ പേരിൽ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നിലയിൽ കഷ്ടപ്പെട്ടിരുന്നു. വിറക് ചുമട്ടുകാരിയുടെ വിറകെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന നഗരിയുടെ തെരുവീതിയിലൂടെ യഹൂദന്റെ മൃതദേഹത്തെ അനുഗയിക്കുന്ന വിലാപയാത്ര കടന്നു പോകപ്പോ ആ ജഡത്തിനു മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ വലിയ അധ്യാപനമാ. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരെ ചേർത്ത് പിടിക്കുക. നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ആളുകൾക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുക. ഇത് പ്രവാചകന്റെ അധ്യാപനമാ. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം അല്ലാഹുവുമായിട്ടുള്ള ബന്ധമാണ്. ഓരോ സ്വാതന്ത്ര്യ ദിനവും നൽകുന്ന പാഠമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം സൃഷ്ടി സേവനമാണ്. മൂന്നാമത്തെ കാര്യം വമിൻ ജൗരിൽ അദിയാനി ഇലാ ദീനിൽ ഇസ്ലാം. നമ്മുടെ മുന്നിൽ ഏറ്റവും മഹത്വമുള്ളത് വിശുദ്ധ ഇസ്ലാമ. അതിൽ യാതൊരു തർക്കവുമില്ല. ചെറിയ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ദുരന്തങ്ങൾ വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടല്ലോ. എത്ര ആളുകളാണെന്നറിയുമ്പോൾ സമനില തെറ്റിപ്പോയത്. കുടുംബമില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. ഡൗൺ ആയി പോവുകയാണ്. പക്ഷെ വിശ്വാസി കരുത്തോടുകൂടി പിടിച്ചു നിൽക്കുകയാണ്. ഇസ്മായിൽ ഹനിയെ പിടിച്ചു നിന്നില്ലേ? ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 3 മക്കൾ നഷ്ടപ്പെട്ടു പോയി, 3 ചെറുമക്കളും നഷ്ടപ്പെട്ടു പോയി. ഉറച്ച് ധീരതയോടുകൂടി ഇസ്മായിൽ ഹനിയെ നിന്ന് എന്തിന്റെ പേരിലാണെന്നറിയുമോ? എനിക്ക് മരണപ്പെട്ട അവരെ ഇനിയും കാണാൻ സാധിക്കും. എപ്പോ കാണാൻ സാധിക്കും? ഈ റൂഹൊന്ന് പിരിഞ്ഞാ മതി. നേരെ ഞാൻ അവരുടെ അടുക്കലേക്ക് പോകുന്നത്. സ്വർഗത്തിലേക്ക് കയറിയാൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ചെറുമകനെ എനിക്ക് തിരിച്ചു കിട്ടും. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ 3 മക്കളെയും എനിക്ക് തിരിച്ചു കിട്ടും. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഭാര്യയും എനിക്ക് തിരിച്ചു കിട്ടും. ഇതാണ് അടിയുറച്ച വിശ്വാസം, പരലോകത്തെ കൊണ്ടുള്ള വിശ്വാസം. ഇതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കണം. അഥവാ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ നിങ്ങൾ പ്രസംഗമൊന്നും നടത്തണ്ട. മറിച്ച് എന്ത് ചെയ്യണം? സ്വഭാവം, ആളുകളെ ചേർത്ത് പിടിക്കൽ, അവരുടെ നല്ല നിലയിൽ സംസാരിക്കൽ. അതുപോലെ തന്നെ നേരത്തെ പ്രവാചകൻ കാണിച്ച മാതൃക പോലെ വെള്ളം കുടിക്കുമ്പോ ബിസ്മി പറയൽ, വുദു ചെയ്യുമ്പോ ദുആ പറയൽ, കൃത്യമായി വന്ന് നമസ്കരിക്കൽ. ഒരു പരിപാടിക്ക് പോയപ്പോ നമസ്കാരത്തിന് സമയം ബാങ്ക് കൊടുത്തു, ഇക്കാമത്തിന് സമയമായി. വലിയൊരു കാര്യമായ പരിപാടിയാ. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് വിരമിച്ചു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പോയി. ഇത് കൂട്ടത്തിലുണ്ടായിരുന്ന അമുസ്ലിം സഹോദരനിടയിൽ പ്രതിഫലനം ഉണ്ടാക്കി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ ഇത്ര പ്രാധാന്യത? അതെ, ഞങ്ങളുടെ കർമ്മത്തിന് ഇത്ര പ്രാധാന്യതയാണ്. ഒരു വല്ലാത്ത വിശ്വാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാം, ദീനുൽ ഇസ്ലാം കൊണ്ട് പരിചയപ്പെടുത്തിയത് കൃത്യമായി നമസ്കരിക്കൽ, ഇബാദത്തെടുക്കൽ, ഇതൊക്കെ സ്വാതന്ത്ര്യ ദിനം നൽകുന്ന വലിയ പാഠമാ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹുവിലൂടെ ഉണ്ടായതാണ്. ഈ പറയപ്പെട്ട സർ ഇസ്മായിൽ ഷഹീദും ഈ പറയപ്പെട്ട അബ്ദുൽ അസീസ് ദഹ്ലവിയും ഒക്കെ അള്ളാഹുവിന്റെ പടപ്പാണ്. എന്തിനേറെ ഈ പറയപ്പെട്ട പഴശ്ശിരാജയും ബലിത്തമ്പി ദളവയും ഒക്കെ അള്ളാഹുവിന്റെ പടപ്പുകളാ. അള്ളാഹുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കിയെടുക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ചരിത്രം വൈകൃതമാക്കി കളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ, അങ്ങനെ വേണം പറയാൻ. ഈ 78ാം സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുമ്പോൾ 78 തവണയിലേറെ രാജ്യത്തിൻ്റെതാകുന്ന യാഥാർത്ഥ്യ ചരിത്രത്തെ തിരിച്ചുകുറിച്ചു. അതിനെ നേരായ രീതിയിൽ സടകുടഞ്ഞെടുക്കണം, അതിനെ പരിശോധിക്കണം, തെല്ലും പതിരുമൊക്കെ കളഞ്ഞുകൊണ്ട് അതിന്റെ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണം. അവരെ ഇത് പഠിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യവുമായി വലിയ ബന്ധമുണ്ടാക്കിയെടുക്കണം. അള്ളാഹു അത്തരത്തിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നിർബന്ധമായിട്ടും വീടുകളിൽ കൊടി തൂക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായിട്ടും നാഷണൽ ഫ്ലാഗ് വീടുകളിലും അതുപോലെ വണ്ടി. കാരണം ഇന്ത്യയുമായി നമുക്ക് നല്ല ബന്ധമാ, വലിയ പാരമ്പര്യമുള്ളവരാ നമ്മുടെ മഹാന്മാർക്ക്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം അതല്ലെങ്കിൽ അർഹരായിട്ടുള്ളത് മുസ്ലിമീങ്ങളെ, വിശ്വാസികളാ. അതുകൊണ്ട് കാര്യമായിട്ട് അതിന്റെ ചരിത്രങ്ങൾ പറയണം, അതിന്റെ പരിപാടികൾ സംഘടിപ്പിക്കണം. ചെറുതും വലുതുമാകുന്ന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യപരമായ ചരിത്രത്തെ ഇത്തരത്തിൽ പറഞ്ഞുകൊടുത്ത് നല്ലൊരു മെസ്സേജ് ലോകത്തിന് മുഴുവൻ ആളുകൾക്കും കൈമാറണം എന്നുള്ളത് ഒരു വിശ്വാസി എന്നിരിക്കെ ബാധ്യതയാണ്. ഇത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇന്ത്യയിൽ ഐക്യത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹാനുഭൂതിയോടുകൂടി കഴിയുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ മതങ്ങളെയും ആദരിക്കുവാനും ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ അവരെ ചേർത്ത് നിർത്തുവാനുമുള്ള ഒരു നല്ല സ്വഭാവം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെതാകുന്ന പരീക്ഷണത്തിൽ അകപ്പെട്ട വയനാട്ടിലുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം നമസ്കാരത്തിന് ശേഷമൊക്കെ. കാരണം വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെയാണ് നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. എല്ലാവരും ഷഹീദുകളാണ്. ഷഹീദിന്റെ കൂലിയാണ് അവർക്കെല്ലാം അള്ളാഹു കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുഴുവൻ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മയും കാത്തു രക്ഷിക്കണേ റബ്ബേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. എത്രയാണോ 100 100, 200 200 നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഈ പരീക്ഷണം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്നുള്ള വിശ്വാസം നമ്മിലേക്കും വരരുതെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ ഈ സദഖയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ നിയത്ത് മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും വസ്ത്രം കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ പുതിയ പുതിയ വസ്ത്രങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്ത്, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരനിലേക്കും ഇഷ്ടപ്പെടണം. അങ്ങനെയാ പ്രവാചകൻ പഠിപ്പിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുതിയ വസ്ത്രമാണല്ലോ. അപ്പൊ നമ്മുടെ സഹോദരന് വേണ്ടി നാം ഇഷ്ടപ്പെടുന്നത് പുതിയ വസ്ത്രമായിരിക്കണം. പുതിയത് പരമാവധി വാങ്ങിച്ചു കൊടുക്കാൻ, അവരിലേക്ക് ഏത് രീതിയിലുമുള്ള സഹായം. അതുപോലെ തുണികൾ കൊണ്ടുപോകുന്നവരുണ്ട്, ബെഡ്ഷീറ്റ് കൊണ്ടുപോകുന്നവരുണ്ട്, പൈസ കൊണ്ടെത്തിക്കുന്നവരുണ്ട്. കഴിവിന്റെ പരമാവധി നല്ല സമ്പത്തുള്ള ആളുകൾ ഒരു വീട് തന്നെ ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എത്രയാണ് അതിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി പൈസ കണക്കാക്കി ആളുകളിലേക്ക് ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകളും അല്ലാത്ത സംരംഭങ്ങളും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കാകണം. വലിയ നന്മയാണ്, വലിയ ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്രയും നേരം കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഇഖ്ലാസുള്ള അമലാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ മുഴുവൻ വീഴ്ചകളും അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരു സഹോദരൻ തന്റെ മകൾക്കും മകനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെയും മകളുടെയും ആഫിയത്തിനും സലാമത്തിനും സൽസ്വഭാവത്തിനും ഒക്കെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയാകുന്ന സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ആഫിയത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈർ ബറകാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.